നമസ്കാരം. ബബ്ബയിൽ നിന്ന് ഷാൻ റഹ്മാൻ പുറത്തായി എന്ന് നമ്മൾ ഔദ്യോഗികമായി പറഞ്ഞപ്പോൾ പലരും ചോദിച്ചിരുന്നൊരു ചോദ്യം, ഇത് ആരാണ് പറഞ്ഞത്, ഇത് നിങ്ങളോട് ആരാണ് അറിയിച്ചത്, ഇത് സിനിമയുടെ ടീമിൽ നിന്നും ആരും പുറത്തു പറഞ്ഞിട്ടില്ലല്ലോ, ഇത് ഒഫീഷ്യലി അല്ലല്ലോ എന്നുള്ളതാണ്. അന്നും നമ്മൾ ആ വാർത്തയോട് ഉറച്ചു തന്നെ നിന്നു. ഇന്ന് വീണ്ടും കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതായത് ഷാൻ റഹ്മാൻ ബബ്ബയിൽ നിന്നും പുറത്തായി എന്നുള്ളൊരു വാർത്ത അത് സത്യം തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. കാരണം ഈ വാർത്തകൾ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പോസ്റ്ററുകളും ഔദ്യോഗികമായി തന്നെ ഷാൻ റഹ്മാൻ തൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ നിന്നും നീക്കം ചെയ്തതോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഷാൻ റഹ്മാൻ ഇനി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. അതിനുശേഷം ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏറ്റവും മുൻപന്തിയിൽ നിന്നത് ജേക്സ് ബിജോയ് എന്ന പേരാണ്. ജേക്സ് ബിജോയ് ആയിരിക്കാം ഈ സിനിമയുടെ സംഗീത സംവിധായകൻ എന്ന രീതിയിലേക്ക് വാർത്തകൾ വന്നിരുന്നു. അദ്ദേഹം ഇതിന് BGM കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പാട്ടുകൾ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം ആയിരിക്കും എന്നുള്ളതാണ്. ഷാനിനെ എന്തുകൊണ്ട് മാറ്റി, അത് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ഷാനിനെ മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഓഡിയൻസിനിടയിൽ ഷാൻ ഉണ്ടായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ്. ഈ ബബ്ബ എന്ന സിനിമയുടെ ടീസർ പുറത്തു വന്നതിന് ശേഷവും അതിനുശേഷം ദിലീപിൻ്റെ പിറന്നാൾ ദിനത്തിൽ അവർ വിട്ട ഒരു അനൗൺസ്മെൻറ്റ് വീഡിയോ എന്ന രീതിയിൽ പോലും, അതായത് റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് വീഡിയോയിലും ഷാൻ റഹ്മാൻ്റെ വർക്ക് വളരെയധികം നെഗറ്റീവായി പ്രേക്ഷകരുടെ ഉള്ളിൽ ബാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഷാൻ റഹ്മാനെ മാറ്റിയത് എന്നുള്ളതാണ് ഒരു രീതിയിൽ പറയുന്നത്. എന്തായാലും ഷാൻ റഹ്മാനെ മാറ്റി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ജേക്സ് ബിജോയ് സംഗീത സംവിധാനം ചെയ്യുന്നില്ല, ജേക്സ് എന്തായാലും ഈ പ്രോജക്റ്റിൽ വരുന്നില്ല. പകരം വരുന്നത് ഗോപി സുന്ദറാണ്. ഇതും ഔദ്യോഗികമായി തന്നെ നിങ്ങൾ ഉറപ്പിച്ചോളൂ എന്നുള്ളതാണ്. നിങ്ങൾ ബബ്ബ എന്ന സിനിമയുടെ മൂവി പേജിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സംവിധായകരുടെയോ റൈറ്റേഴ്സിൻ്റെയോ ആരുടെ പേജിൽ പോയാലും നിങ്ങൾക്ക് ഈ കാര്യം കിട്ടില്ല. പക്ഷേ നിങ്ങൾ ഒരാളുടെ പേജിൽ പോയാൽ മതി, ഗോപി സുന്ദറിൻ്റേത്. ഗോപി സുന്ദറിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് നിങ്ങൾ നേരെ വിട്ടു കഴിഞ്ഞാൽ ബബ്ബയുമായി ബന്ധപ്പെട്ടുള്ള പല അപ്ഡേറ്റുകളും ഗോപി സുന്ദർ ഒഫീഷ്യലി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് സ്റ്റോറിയായി. അതായത് പലരും പോസ്റ്റ് ചെയ്ത് ബബ്ബയിൽ വന്ന് തകർക്കണം പൊളിക്കണം എന്ന് പറയുന്ന പല സ്റ്റോറീസും ഗോപി സുന്ദർ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ റീഷെയർ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് കൂടിയാണ്. അതായത് അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്, ഒഫീഷ്യലി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഗോപി സുന്ദർ ഈ സിനിമയുടെ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന കാര്യത്തിൽ ഉടനെ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഗോപി സുന്ദർ ഇത്രയധികം പോസ്റ്റുകൾ ഇടുന്നു എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അതായത് സാധാരണയായ ആർട്ടിസ്റ്റുകൾ അവരൊരു പ്രോജക്റ്റിൽ ഇന്നാകുന്നു എന്ന് പറയുന്നത് ആ സിനിമയുടെ ഔദ്യോഗികമായി നിർമ്മാതാക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ അവർ ഇതിൽ ഇന്നാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ്. പക്ഷേ ഗോപി സുന്ദർ ഒരു മുഴം മുന്നേ അറിഞ്ഞുകൊണ്ടാണ് സിനിമയുടെ അണിയർ പ്രവർത്തകർ പുറത്തു പറയുന്നതിന് മുമ്പേ തന്നെ താൻ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ പലരും പറയുന്നത് റീഷെയർ ചെയ്തുകൊണ്ട് ഗോപി രംഗത്തെത്തുകയും ചെയ്യുന്നത്. നമുക്കറിയാം, ദിലീപ് ഗോപി സുന്ദർ കോമ്പിനേഷൻ പലപ്പോഴായി പല സിനിമകളിലും മുന്നേ വർക്കായിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് പാട്ടുകളിലും BGMകളിലും ഒക്കെ തന്നെ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഗോപി സുന്ദറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ദിലീപ് പ്രത്യക്ഷപ്പെടുക എന്നുള്ള കാര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ട് സംസാരിക്കുകയും അവരിൽ നിന്നും ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത് ഗോപി സുന്ദറിൻ്റെ ഭാഗത്ത് നിന്നുമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് എന്ന് പറയുന്നത്. ഇനി ഷാനിലേക്ക് വരുമ്പോൾ, ഷാന് ഏറ്റവും ഒടുവിൽ ചെയ്ത കരം എന്ന സിനിമ പിന്നീട് OTT റിലീസ് ചെയ്ത് വന്നതിന് പോലും ഷാനെതിരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വളരെയധികം വരുന്നുണ്ട് എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഫൈറ്റ് സീക്വൻസിൽ ചെണ്ട പരിപാടികളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഷാന് നെഗറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ട്രോളുകയും ചെയ്യുന്നുണ്ട്. ഷാനിപ്പോൾ ആട് 3യുടെ വർക്കിൽ തന്നെയാണ് നിൽക്കുന്നത്. ആട് പോലൊരു ഫ്രാഞ്ചൈസിൽ ഷാൻ റഹ്മാൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല. ഇന്നും ആടെന്ന സിനിമ, പ്രത്യേകിച്ച് 2015 അന്ന് തിയേറ്ററുകളിൽ പരാജയപ്പെട്ട ആട് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഷാൻ റഹ്മാൻ തന്നെയാണ്, തർക്കമൊന്നുമില്ല. ഷാജി പാപ്പൻ മുതൽ ഓരോരുത്തരുടെ പാട്ടുകൾ ഉൾപ്പെടെ, ഇപ്പോൾ സർബത്ത് ഷമീർ ആയിക്കോട്ടെ, ഡ്യൂഡ് ആയിക്കോട്ടെ, സാത്താൻ സേവിയർ ആയിക്കോട്ടെ, ഇവർ ഇരുവർക്കും ഓരോരുത്തർക്കും ഉണ്ടാക്കിയ ഇൻട്രൊഡക്ഷൻ മ്യൂസിക്കുകളിലൂടെ തന്നെയാണ് ആട് പിന്നീട് ജനപ്രിയമായത്. അത് മിഥുൻ മാനുവൽ തോമസ് പോലും എതിർക്കൂല. അവിടെ നിന്നുകൊണ്ട് ഷാൻ റഹ്മാനെ ഇതുപോലെ പ്രോജക്റ്റുകളിൽ നിന്നും മാറ്റുമ്പോൾ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്നൊരു വലിയധികം ചർച്ചാ വിഷയമുണ്ട്. എന്തായാലും ഗോപി സുന്ദർ ഈ പ്രോജക്റ്റിനോട് വരുന്നതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, വളരെയധികം ഹൈപ്പിൽ വളരെയധികം എന്തൂസിയാസത്തോടു കൂടി ഈ വർഷം റിലീസാകാൻ പോകുന്ന പ്രോജക്റ്റ് തന്നെയാണ് ബബ്ബ. ദിലീപിൻ്റെ ഏറ്റവും നിർണായകമായ പ്രോജക്റ്റ്, മോഹൻലാലിൻ്റെ 2025 ഏറ്റവും കൂടുതൽ മിന്നിച്ച വർഷത്തിലെ അവസാനത്തെ റിലീസായി ഒരുങ്ങാൻ പോകുന്ന മോഹൻലാൽ സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളോടുകൂടി ബബ്ബ വരുമ്പോൾ ഗോപി സുന്ദറിന് മേൽ ചെറിയ പ്രഷറൊന്നുമല്ല, ഒരു വലിയ പ്രഷറാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഡെഡ് ലൈൻ ഡിസംബർ 18 റിലീസ്. അതിന് മുന്നേ തന്നെ വർക്കുകൾ തീർക്കുകയും വേണം. ഇപ്പോൾ ഏകദേശം കൃത്യമായി പറഞ്ഞാൽ 1 മാസം.
കൃത്യം 1 മാസം മാത്രമാണ് റിലീസിലേക്ക് ഈ സിനിമയ്ക്കുള്ളത്. അതിനിടയിലാണ് ഗോപി സുന്ദർ ഈ പടത്തിലേക്ക് വരുന്നത്. എന്താണ് ഗോപി സുന്ദർ ചെയ്യാൻ പോകുന്ന വർക്ക്, എങ്ങനെയായിരിക്കാം അദ്ദേഹം ഈ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക എന്നുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ഒരു പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾ നിരവധിയായി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കാം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും ഗോപി സുന്ദറും തമ്മിലുള്ള മാച്ച്, അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പ്രത്യേകതയാണ് ഗോപി സുന്ദർ ഒരുക്കുക? കാരണം വളരെയധികം ചർച്ചാ വിഷയമായ ഒരു പിന്മാറ്റമാണല്ലോ ഇത്. ഷാൻ റഹ്മാൻ പുറത്താകുന്നു, പകരം ആര് വരുന്നു? പകരം ഗോപി സുന്ദർ വരുന്നു. ഗോപി സുന്ദർ എന്താണ് ഈ സിനിമയ്ക്ക് ചെയ്യാൻ സാധിക്കുക? അങ്ങനെ സാധാരണ പ്രോജക്റ്റിൽ നിന്നും വിപരീതമായി ഗോപി സുന്ദർ ഒരു വലിയ ടാസ്ക് തന്നെയാണ് ഈ പ്രോജക്റ്റിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഉറ്റുനോക്കുകയാണ് സിനിമ.